شكرا يا ربي شكرا هديت قلبي شكرا نورت دربي شكرا شكرا يا ربي شكرا يا ربي شكرا هديت قلبي شكرا نورت دربي شكرا شكرا. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ولا حول ولا قوة إلا بالله العلي العظيم. ബഹുമാന്യരായ സഹോദര സഹോദരിമാരെ, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സൂറത്തുൽ മുദ്ദസിർ ആണ്. 6-ാമത്തെ ആയത്തിലാണ് നമ്മുടെ ചർച്ച. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ തംനുൻ തസ്തക്സിർ സദഖല്ലാഹുൽ അലിയ്യുൽ അളീം. അധികം ലഭിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് താങ്കൾ ഔദാര്യം ചെയ്തു കൊടുക്കരുത്. പറഞ്ഞാൽ ജനങ്ങളിൽ നിന്ന് ലാഭം നേടണമെന്ന ഉദ്ദേശത്തോടെ വല്ല ഉപകാരവും അങ്ങോട്ട് ചെയ്യരുത്. പിന്നെ എന്താണ് ഉദ്ദേശം ഉണ്ടാവേണ്ടത്? അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം. നമ്മളിത് വിശദമായി പറഞ്ഞു അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനമായി പറഞ്ഞത് ഹദിയകളും ഹിബത്തുകളും ഗിഫ്റ്റുകളും ഒക്കെ കൊടുക്കുന്നത് സംബന്ധിച്ചായിരുന്നു. ഏതായാലും ഈ ആയത്തിൻ്റെ ഉദ്ദേശം തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ കൊടുക്കണം എന്നാണ്. അതോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, കൊടുത്തതിനെ എടുത്തു പറയാനും പാടില്ല എന്നത്. കൊടുത്തത് എടുത്തു പറയാൻ പാടില്ല. അതിനാണ് മിന്നത്ത് എന്ന് പറയാം അല്ലേ? മന്ന് എന്ന് പറയും. എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്താൽ അതിങ്ങനെ എണ്ണിപ്പറ എപ്പോഴും എപ്പോൾ അവനെ കാണുമ്പോൾ അന്ന് ഞാൻ എനിക്ക് അങ്ങനെ ചെയ്തെന്നില്ലേ, എങ്ങനെ ചെയ്തെന്നില്ലേ, ഞാൻ എന്നോട് അന്ന് അങ്ങനെ പറഞ്ഞില്ലേ, അത് അങ്ങനെ പറഞ്ഞതുകൊണ്ടല്ലേ നീ അങ്ങനെ ആയത്, അങ്ങനെ നിനക്ക് ഞാൻ സൗകര്യം ചെയ്യുന്നതുകൊണ്ടല്ലേ നീ നിലയിൽ എത്തിയത്, നിന്നെ പഠിപ്പിച്ചത് കൊണ്ടല്ലേ ഇങ്ങനെ ആയത്, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതും പാടില്ല. അൽ മന്നു വൽ അദ, ഇത് രണ്ടും ഒരുമിച്ചാണ് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പ്രയോഗിച്ചത്. അൽ മന്നു വൽ അദ. മന്ന് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ പറഞ്ഞ വിഷയം ഇങ്ങനെ എണ്ണി പറയാം, എടുത്തു പറഞ്ഞു കൊടുക്കുക. അദ എന്ന് പറഞ്ഞാൽ ആ നൽകപ്പെട്ട വ്യക്തിയെ ആർക്കാണോ നമ്മൾ ദാനം കൊടുത്തത് അല്ലെങ്കിൽ എന്തെങ്കിലും സഹായം ചെയ്തത് അയാളങ്ങനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുക, അയാളെ പരമാവധി ചൂഷണം ചെയ്യുക. നമ്മളന്ന് സഹായിച്ചു എന്നതിൻ്റെ പേരിൽ ആ ഒരു കാരണം വെച്ച് അയാളെ ബുദ്ധിമുട്ടിക്കുക, അയാളെ കൊണ്ട് പണിയെടുപ്പിക്കുക, അതിനാൽ അയാളെ കൊണ്ട് മറ്റെന്തെങ്കിലും കാര്യലാഭങ്ങൾ നേടിക്കുക. ഞാൻ അന്ന് എനിക്ക് അങ്ങനെ ചെയ്തെന്നില്ലേ, ഇതൊന്നും ചെയ്യാൻ പാടില്ല. ഇത് പിന്നെ സ്വതക്കയെ ബാത്തിലാക്കി കളയുന്ന സംഗതികളാണ് മന്നും അതയും എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നുണ്ട്. അല്ലാഹു അങ്ങനെ പറയുന്നുണ്ട് പരിശുദ്ധ ഖുർആനിൽ. ആത്മാർത്ഥമായി ധനം ചെലവഴിക്കുന്ന ആളുകളെ പുകഴ്ത്തിക്കൊണ്ടും ഇങ്ങനെ എടുത്തു പറയുകയും ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്യുകയും ദാനം നൽകപ്പെട്ട ആളുകളെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുന്നവരെ ആക്ഷേപിച്ചുകൊണ്ടും സൂറത്തുൽ ബഖറയിൽ വിശദമായി അല്ലാഹു തആല പറയുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുബ്തിലൂ സദഖാതികും ബിൽ മന്നി വൽ അദാ. സത്യവിശ്വാസികളായ ആളുകളെ, ലാ തുബ്തിലൂ, നിങ്ങൾ ബാത്തിലാക്കി കളയരുത്, സദഖാതികും, നിങ്ങളുടെ സദഖകളെ, ധർമ്മങ്ങളെ. എന്തുകൊണ്ട് ബാത്തിലാക്കരുത്? ബിൽ മന്നി, എടുത്തു പറഞ്ഞുകൊണ്ട്, വൽ അദാ, ബുദ്ധിമുട്ടിക്കൽ കൊണ്ടും. ഇത് രണ്ടും ചെയ്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പ്രവർത്തനങ്ങളെ നിഷ്ഫലമാക്കരുത്. ചെയ്ത ഗുണം എടുത്തു പറഞ്ഞും ദാനം വാങ്ങിയവനെ ഉപദ്രവിച്ചും സ്വന്തം ദാനധർമ്മങ്ങളെ നിങ്ങൾ നിഷ്ഫലമാക്കരുത്. ഇങ്ങനെ ചെയ്യുന്ന ആളുടെ ഉദാഹരണവും അല്ലാഹു തആല ഈ ആയത്തിന് ശേഷം പറയുന്നു. സൂറത്തുൽ ബഖറയിലെ 264-ാമത്തെ ആയത്തിൽ ഈ പറഞ്ഞതിന് ശേഷം ഇങ്ങനെ ചെയ്യുന്ന ആളുകളുടെ ഒരു ഉദാഹരണമാണ് പറയുന്നത്. കല്ലദീ യുൻഫിഖു മാലഹു റിആ അന്നാസി വലാ യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫമസലുഹു കമസലി സഫ്വാനിൻ അലൈഹി തുറാബുൻ ഫഅസാബഹു വാബിലുൻ ഫതറകഹു സ്വൽദാ ലാ യഖ്ദിറൂന അലാ ഷൈഇൻ മിമ്മാ കസബു വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ കാഫിരീൻ. ഫമസലുഹു കമസലി സഫ്വാനിൻ, ഇങ്ങനെ ചെയ്യുന്ന ആളുകളുടെ ഉദാഹരണം ഒരു മിനുസമുള്ള പാറക്കല്ലിൻ്റെ അവസ്ഥ പോലെയാണ്. സഫ്വാൻ മിനുസമുള്ള ഒരു പാറക്കല്ലിനാണ് പറയുക. അതുപോലെയാണ് ഇയാളുടെ ഉദാഹരണം. ആ പാറക്കല്ലിന്മേൽ കുറച്ച് മണ്ണ് ഇങ്ങനെ അടിഞ്ഞുകൂടി, ആ അടിഞ്ഞുകൂടിയ മണ്ണിന്മേൽ ഒരു പെരുമഴ പെയ്തു.
മഴ പെയ്തപ്പോൾ ആ മണൽ മുഴുവൻ അങ്ങോട്ട് ഒലിച്ചു പോയി, പിന്നെ അവിടെ ബാക്കിയായത് ആ പാറക്കല്ല് മാത്രമാണ്. ഇങ്ങനെയാണ് ഇത്തരം സ്വതക്കകളെ നിഷ്ഫലമാക്കി കളയുന്ന ആളുകൾ, അല്ലെങ്കിൽ ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന ആളുകളുടെ ഉദാഹരണം. അവർ ചെയ്തതൊന്നും കാണൂല, ഒക്കെ ഒലിച്ചു പോവും എന്നർത്ഥം. വളരെ മഹത്തായ പ്രതിഫലം ലഭിക്കുന്ന ദാനധർമ്മങ്ങൾക്ക് അത് അള്ളാഹു നമുക്ക് തന്ന സമ്പത്ത് അള്ളാഹു ഇഷ്ടപ്പെട്ട വഴിയിൽ ചെലവഴിക്കുകയാണല്ലോ നമ്മൾ, അള്ളാഹുവിന് പ്രീതിമാത്രം കാംക്ഷിച്ച്. ഈ ചെയ്യുന്നതിന് പിന്നിൽ ദുരുദ്ദേശങ്ങളൊന്നും തന്നെ ഉണ്ടാവരുത് എന്ന് അള്ളാഹു തആല കണിശമായി ഉണർത്തുകയാണ്. റബ്ബിന്റെ താല്പര്യത്തിന് വിപരീതമായ ദാനധർമ്മങ്ങൾ ചെയ്താൽ അതിൻ്റെ പ്രതിഫലം നഷ്ടപ്പെട്ടു പോകുമെന്ന ഗൗരവമേറിയ താക്കീതാണ് ഈ ആയത്തിലുള്ളത്. ചെയ്ത ഗുണം എടുത്തു പറയുക എന്നതാണ് ഒന്നാമത്തെ കാര്യം. അതാണ് നമ്മുടെ ഇവിടുത്തെ വിഷയം. അൽ മന്നു ലാ തുബ്തിലു സദഖാതികും ബിൽ മന്നി, അതാണ് ഒന്നാമത്തെ കാര്യം. നിന്റെ കാര്യം ഞാൻ നിറവേറ്റി തന്നില്ല, ഇന്നത് ഞാൻ ചെയ്തു തന്നില്ലേ, അങ്ങനൊക്കെ പറഞ്ഞിട്ട് അത് പല ആളുകളിലും ആ സ്വഭാവമുണ്ട്, ദുസ്വഭാവം. അത് ഒഴിവാക്കേണ്ട സ്വഭാവമാണ്. നമ്മളടക്കം പലപ്പോഴും പറയാറുള്ളൂ, നമ്മൾ ശ്രദ്ധിക്കണം. അന്ന് ഞാൻ അവനത് അങ്ങനെ ചെയ്തു കൊടുത്തിട്ട് ഇവൻ എന്നോട് ഇങ്ങനെ ചെയ്തു, ഇനിയിപ്പോൾ ഓൻ്റെ മുന്നിൽ അല്ലെങ്കിൽ തന്നെ മറ്റൊരാളോട് നമ്മൾ പറയുകയാണെങ്കിൽ തന്നെ അത് എടുത്തു പറയുകയാണ്. എന്തിനാത് എടുത്തു പറയുന്നത്? നമുക്കൊരാളിൽ നിന്ന് എന്തെങ്കിലും വിഷമോ പ്രയാസങ്ങളോ എടുക്കുമ്പോഴേ നമ്മൾ പിന്നെ അയാൾക്ക് അങ്ങോട്ട് ചെയ്തു കൊടുത്ത എല്ലാ നന്മകളും നമ്മളെ വായിക്കൊണ്ട് വരും. ഞാൻ അവനൊക്കെ അങ്ങനെയൊക്കെ ചെയ്തു കൊടുത്തിട്ടും അവൻ എന്നോട് ഇങ്ങനെയാണല്ലോ പെരുമാറിയത്, എന്തിനാ അങ്ങനെ പറയുന്നത്? അങ്ങനെ പറഞ്ഞാൽ ചെയ്തതിൻ്റെ കൂലി പോയില്ലേ? സുബ്ഹാനല്ലാഹ്. അതാണ് മന്ന് കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സദഖയെ ബാത്തിലാക്കരുതെന്ന് പറയാൻ കാരണം. അതേപോലെ തന്നെ വൽ അദാ, ബുദ്ധിമുട്ടിച്ചുകൊണ്ടും. എന്താ ബുദ്ധിമുട്ടിച്ച്? ദാനം വാങ്ങിയ ആളുകളെ ഏതെങ്കിലും നിലക്ക് മാനസികമായോ ശാരീരികമായോ മറ്റേതെങ്കിലും ഒരു രീതിയിൽ ദ്രോഹിക്കുകയോ പീഡിപ്പിക്കുകയോ ചെയ്യരുത്. ഇതാണ് രണ്ടാമത്തെ കാര്യം, അല്ലാഹു ചെയ്യരുത് എന്ന് പറഞ്ഞത്. അതേപോലെ തന്നെ ലോകമാന്യത, ആളുകളെ കാണിക്കാൻ വേണ്ടി ധനം ചെലവഴിക്കുന്നതും ഒഴിവാക്കണം, നിരോധിക്കപ്പെട്ടതാണ് എന്നും ഈ ആയത്തിൽ അല്ലാഹു തആല പറയുന്നു. ഇങ്ങനെ കുറ്റകരമായ ദാനധർമ്മങ്ങൾ ചെയ്യുന്ന, കുറ്റകരമായ നിലക്ക് ദാനധർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളുടെ ഉദാഹരണമാണ് ഇവിടെ പറഞ്ഞത്. എന്താണത്? സഫ്വാൻ പോലെയാണ്. കമസ്ലി സഫ്വാനിൻ, മിനുസമുള്ള വലിയ ഒരു പാറക്കല്ല്. ആ പാറക്കല്ലിൻ്റെ ഉപരിതലത്തിൽ കുറേശ്ശെയായി മണ്ണിങ്ങനെ അടിഞ്ഞുകൂടി. അപ്പോൾ ഒരാൾ പാറൻ്റെ മുകളിൽ മണ്ണിങ്ങനെ കണ്ടപ്പോൾ എന്തായി? ആ നല്ല മണ്ണാണല്ലോ, നമുക്കിവിടെ കൃഷി ഇറക്കാലോ എന്ന് വിചാരിച്ചിട്ട് അയാൾ എന്താക്കി? അവിടെ ആ മണ്ണൊക്കെ ഉഴുതുമറിച്ച് എന്താക്കി? അതിൽ വിത്തിറക്കി അയാളെ തീരുമാനം നടപ്പാക്കി. വലിയൊരു പാറ, അതിൻ്റെ മേലെ മണ്ണടിഞ്ഞു കൂടിയിട്ടുണ്ട്. അയാൾക്കിത് പാറയാണെന്ന് മനസ്സിലാണില്ല. അയാൾ മണ്ണ് കണ്ടപ്പോൾ കൃഷി ചെയ്ത് വിത്തിറക്കി. ആ പാറയുടെ സമതലത്തിൽ അയാൾ വിത്തിറക്കി കൃഷി ചെയ്തു. അങ്ങനെ ഇരിക്കെയാണ് വലിയൊരു മഴ പെയ്തത്. ഫഅസ്വാബഹു വാബിലുൻ, വലിയൊരു മഴ പെയ്തു, ഒരു പെരുമഴ പെയ്തു. ആ മഴയിൽ ആ പാറക്കല്ലിൻ്റെ മുകളിലുണ്ടായിരുന്ന മണ്ണൊക്കെ കൃഷിയോടൊപ്പം കുത്തി ഒലിച്ചുപോയി. ആ പാറക്കല്ല് മാത്രം പഴയപടി അവശേഷിക്കുകയും ചെയ്തു. ഇയാളിത് കണ്ടാൽ എന്താണ് ഇയാളുടെ അവസ്ഥ? എന്തായിരിക്കും? അയാൾ അധ്വാനവും പരിശ്രമവും ഒക്കെ പാഴായിപ്പോയില്ലേ? ഇതേപോലെ ഈ കൃഷിയിൽ നിന്ന് ഇയാൾക്ക് എന്തെങ്കിലും വിളയിറക്കി ലാഭം നേടുമോ? ഇല്ലല്ലോ. ഇതേപോലെയാണ് ഇങ്ങനെ പൈസ ചെലവാക്കുന്ന ആളുകളുടെ ഉദാഹരണം. നമുക്ക് നല്ലോണം ശ്രദ്ധിക്കണം. ഒന്നും ഉണ്ടാവില്ല, ഒക്കെ കുത്തി ഒലിച്ചു പോകും. സുബ്ഹാനല്ലാഹ്, അല്ലാഹു നമ്മളെ കാക്കട്ടെ, ആമീൻ. ഈ ബുദ്ധിമുട്ടിക്കൽ അല്ലെങ്കിൽ എടുത്തു പറയും, ഇതൊക്കെ പല രൂപത്തിലും ആവട്ടെ, ഇതൊക്കെ ഇന്ന് കൃത്യമായി നടക്കുന്ന സംഗതികളാണ്. ബുദ്ധിമുട്ടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ പോയി വടിയെടുത്തിട്ട് കൊടുക്കുക എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. അറിയാതെ അത്തരം ആളുകളെ പല കാര്യങ്ങൾക്കും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ. സുബ്ഹാനല്ലാഹ്. ദാനം വാങ്ങിയ ആളുകളുടെ കൽബ് പൊട്ടുന്ന, അല്ലെങ്കിൽ അവരുടെ അഭിമാനത്തെ പിച്ചു ചീന്തുന്ന, അല്ലെങ്കിൽ അവരുടെ സ്റ്റാറ്റസിനെ ബാധിക്കുന്ന പ്രവർത്തനങ്ങൾ ഈ കൊടുത്ത ആളുടെ ഭാഗത്ത് നിന്നുണ്ടാവുക. സുബ്ഹാനല്ലാഹ്. പല നിലക്കും അയാൾ ഉപയോഗിക്കുക നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന സംഗതികളാണ്. അയാൾ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി, വീട്ടാവശ്യങ്ങൾക്ക് വേണ്ടി, ജോലി ആവശ്യങ്ങൾക്ക് വേണ്ടി, മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ അത് ഉപയോഗിക്കുക. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ആ വിഷയം നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ നമ്മളിപ്പോൾ ഈ സദഖകൾ കൊടുക്കുമ്പോൾ ആളുകളെ കാണിക്കണം, ഞാൻ വലിയ മുതലാളിയാണ്, ഞാൻ വലിയ കൊടുതിക്കാരനാണ് ആളുകൾ പറയണം. അങ്ങനെ ആലോചിക്കാൻ നമ്മളടുത്ത് ഇപ്പം എന്ത് വകുപ്പുള്ളത്? അത് നമ്മളടുത്ത് കാശുള്ളത് മറ്റൊരാൾക്ക് കൊടുക്കുമ്പോൾ എൻ്റെ കാശ് തീർന്നു പോകുമല്ലോ എന്ന് ആലോചിക്കാൻ എന്ത് വകുപ്പാണ് നമുക്കുള്ളത്? കാരണം എന്താ? നമ്മളെത്തുള്ളത് അള്ളാഹു തന്നതല്ലേ? നമ്മളതാണിപ്പോൾ അത്? അല്ല, അത് അള്ളാഹു തന്നതാണ്. അള്ളാഹു തന്നത് കൊടുക്കാനേ പടച്ചോൻ പറഞ്ഞിട്ടുള്ളൂ. നമ്മളായിട്ടുണ്ടാക്കിയത് കൊടുക്കാൻ പറഞ്ഞിട്ടില്ല. നമുക്ക് തോന്നുന്നുണ്ടാവും നമ്മൾ അധ്വാനിച്ച് മെനക്കെട്ടുണ്ടാക്കിയതാണല്ലോ ഇതൊക്കെ, എന്താണ് പറയുക, മരുഭൂമിയിൽ കഷ്ടപ്പെട്ട് ചോര നീരാക്കിയെന്നൊക്കെ പറഞ്ഞ വേദം പറയും. എടോ, ആ ചോരയും നീരാക്കലും സമയവും അധ്വാനവും അങ്ങനെ എനിക്ക് ശമ്പളമൊക്കെ തന്നത് പടച്ചോൻ തന്നെയാണ്. ആ തന്നതിൽ നിന്ന് കൊടുക്കാനേ പറഞ്ഞിട്ടുള്ളൂ. ആതൂഹും മിമ്മാലില്ലദീ ആതാക്കും, സൂറത്തുൻ നൂറിൽ 33 നിങ്ങൾ കൊടുക്കണം, പാവങ്ങൾക്ക് നിങ്ങൾ കൊടുക്കണം. മിമ്മാലില്ലാഹി, അള്ളാഹുവിൻ്റെ പൈസയിൽ നിന്ന് കൊടുക്കണം. എന്താണ് അള്ളാഹുവിൻ്റെ പൈസ? അല്ലദീ ആതാക്കും, നിങ്ങൾക്ക് പടച്ചോൻ തന്ന.
നിങ്ങൾക്ക് അള്ളാഹു തന്ന പൈസ നിങ്ങൾ കൊടുക്കണം. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിൻ്റെ വലിയ സമ്പത്ത് ഇവിടെ കുറേ ആളുകൾക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് കൊടുത്തുകയാണ്. കുറച്ച് നമ്മളെടുത്ത് തന്നു, കുറച്ച് വേറെ ആൾക്ക് കൊടുത്തു, കുറച്ച് വേറെ ആൾക്ക് കൊടുത്തു. ഇങ്ങനെ ഓരോ ആളുകളെയും അള്ളാഹു തആല അവൻ്റെ സമ്പത്തിൽ പ്രതിനിധിയാക്കിയിരിക്കുകയാണ്. നമ്മൾക്കതിങ്ങനെ തൽക്കാലം ക്രയവിക്രയം ചെയ്യാനുള്ള അവസരം തന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് സൂറത്തുൽ ഹദീദിലെ 7 ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ആമിനു ബില്ലാഹി വറസൂലിഹി വഅൻഫിഖു മിമ്മാ ജഅലകും മുസ്തഖ്ലഫീന ഫീഹി. നിങ്ങൾ അല്ലാഹുവിലും റസൂലിലും വിശ്വസിക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. വഅൻഫിഖു നിങ്ങൾ ചെലവഴിക്കുകയും വേണം. മിമ്മാ ജഅലകും മുസ്തഖ്ലഫീന ഫീ നിങ്ങളെ ഏതൊരു കാര്യത്തിലാണോ പ്രതിനിധിയാക്കിയത് ആ വിഷയത്തിൽ നിങ്ങൾ ചെലവഴിക്കുകയും വേണം. നമ്മൾ മുസ്തഖ്ലഫീനയാണ് എന്ന് പറഞ്ഞാൽ നമ്മളതിൽ പ്രതിനിധിയാക്കിയതാണ്. ഒക്കെ അള്ളാൻ്റെതാണ്. അപ്പോൾ പിന്നെ നമുക്കത് കൊടുക്കണേന് ഒരു മടിയും വേണ്ട. അത് കൊടുക്കുമ്പോൾ ആൾക്കാർ കാണണമെന്ന് നമുക്ക് എങ്ങനെ തോന്നുന്നു? അതിൻ്റെ അല്ലല്ലോ. പിന്നെ ഇപ്പം എന്താ ആൾക്കാരങ്ങനെ തോന്നേണ്ട കാര്യം? സുബ്ഹാനല്ലാഹ്. അതല്ല വലിയ അത്ഭുതം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണേ, അള്ളാഹു എത്രമാത്രം കാരുണ്യവാനാണ്. റബ്ബ് നമ്മളിത് പൈസ എന്നിട്ടേ അള്ളാഹു നമ്മളാ പൈസ ക്രയവിക്രയം ചെയ്യാനുള്ള പ്രതിനിധികളാക്കിയിട്ടേ എന്നിട്ട് നമ്മളോട് പറങ്ങൾ കൊടുത്തോളൂട്ടോ പാവങ്ങൾക്ക്. എന്നിട്ട് നമ്മൾ പാവങ്ങൾക്ക് കൊടുക്കുമ്പോൾ നമുക്ക് എമ്പോഴും കൂലി തരാണ്, ഇരട്ടി തരാണ്. സുബ്ഹാനല്ലാഹ്. ഇത് ഏതുപോലെ നമ്മളിപ്പോൾ ഒരാളെ എടുത്തിട്ട് 10 രൂപ എടുത്തിട്ട് പറഞ്ഞു ഈ 10 രൂപ ഇങ്ങോട്ട് പാവപ്പെട്ട ആൾക്കാർക്ക് കൊടുത്താൽ കിട്ടോ. എന്നിട്ട് ആ പാവപ്പെട്ട ആൾക്ക് അയാളെ 10 രൂപ കൊടുത്താൽ നമ്മൾ അയാൾക്ക് വീണ്ടും അതിന് പ്രതിഫലം കൊടുക്കുന്നത് പോലെയാണ്. സുബ്ഹാനല്ലാഹ്. അള്ളാൻ്റെ പൈസ നമ്മൾ വേറെ ആൾക്ക് കൊടുത്തതിന് അള്ളാഹ് നമുക്ക് കൂലി തരേണ്ട കാര്യമുണ്ടോ? എന്നിട്ട് നമുക്ക് കൂലി തരില്ലേ? സുബ്ഹാനല്ലാഹ്. യാ റബ്ബ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സമ്പത്തിൽ പിന്നെ എന്തിനാണ് നമ്മൾ പിശുക്കാൻ നിൽക്കുന്നത്? നമ്മളെന്തിനാണ് കൊടുക്കാതിരിക്കണത്? എന്തിനാണ് നമ്മൾ ബാക്ക് ഔട്ട് അടിക്കണത്? ഇങ്ങനെ ഉള്ള ഈ ആളുകളെ കാണിക്കാൻ കൊടുക്കുക എന്നത്, അതല്ലെങ്കിൽ എടുത്തു പറയുക എന്ന ഈ സ്വഭാവം, അതല്ലെങ്കിൽ ദാനം നൽകിയ ആളെ ബുദ്ധിമുട്ടിക്കുക എന്ന ഈ സ്വഭാവമൊക്കെ ഉണ്ടാകുന്നത് പിശുക്കിൽ നിന്നാണ്. യഥാർത്ഥത്തിൽ പിശുക്കിൽ നിന്നാണ് ഇതൊക്കെ ഉണ്ടാകുന്നത്. പിശുക്കാണ്. ഇതാണ് നമ്മുടെ അടിസ്ഥാന വിഷയം. പിശുക്കൻ പോകണം. അതേപോലെ ഒരു കിബർ, ഒരു ഉജ്ബ്, ഞാൻ തർക്കമില്ല, ഞാൻ കൊടുക്കാം എന്നൊക്കെ ഉള്ള ആളാണ്, ഞാൻ കൊടുത്താൽ ഞാൻ ഓനക്ക് കൊടുത്തത് ഓൻ്റെ കീഴിൽ നിൽക്കണ്ടേ, എനിക്ക് വിധേയത്വം കാണിക്കണ്ടേ, ഇങ്ങനെയൊക്കെയുള്ളൊരു ചിന്താഗതി തെറ്റാണിത്. ഇത്തരക്കാരായ ആളുകളോട് അല്ലാഹു തആല സംസാരിക്കുകയില്ല എന്ന് ഹദീസുകളിൽ കാണാം. ഗൗരവമായി ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. 3 ആളുകളോട് അല്ലാഹു തആല സംസാരിക്കുകയില്ല, നോക്കുക പോലുമില്ല. എന്നിട്ടല്ല സംസാരം. സലാസത്തുൻ ലാ യുകല്ലിമുഹുമുല്ലാഹു യൗമൽ ഖിയാമത്തി വലാ യൻദുറു ഇലൈഹിം വലാ യുസക്കിഹിം വലഹും അദാബുൻ അലീം. കഠിനമായ ശിക്ഷ ലഭിക്കുന്ന, തീരെ നോക്കാത്ത, തീരെ സംസാരിക്കാത്ത, അല്ലാഹു തആല നന്നാക്കാത്ത 3 വിഭാഗം ആളുകളുണ്ട്. ഒന്ന് അൽ മന്നാൻ ബിമാ അഅത, കൊടുത്തത് എടുത്തു പറയുന്ന ആൾ. വൽ മുസ്ബിലു ഇസാറഹു, തുണി അഹങ്കാരം നടിച്ച് ഞെരിയാണിക്ക് താഴെ വലിച്ചഴച്ച് നടക്കുന്ന ആളുകൾ. വൽ മുൻഫിഖു സിൽഅതഹു ബിൽ ഹൽഫിൽ കാദിബി, കള്ളസത്യം ചെയ്തിട്ട് കച്ചവടച്ചരക്ക് വിറ്റഴിക്കുന്ന ആളുകൾ. ഈ 3 ആളുകളെ പടച്ചോൻ നോക്കൂല, സംസാരിക്കില്ല. സുബ്ഹാനല്ലാഹ്. അൽ മന്നാൻ ബിമാ അഅത, കൊടുത്തത് എടുത്തു പറയുന്ന ആൾ. അതേപോലെ അഹങ്കാരം കൊണ്ട് തുണി ഞെരിയാണിക്ക് താഴെ വലിച്ചഴച്ച് നടക്കുന്ന ആളുകൾ. അഹങ്കാരം കൊണ്ടിട്ടോ. അഹങ്കാരമില്ലെങ്കിൽ അതിന് തെറ്റില്ല എന്നാണ് പണ്ഡിതന്മാർ പറയാറുണ്ട്. പക്ഷേ എന്നാലും അത് ഒഴിവാക്കുക തന്നെയാണ് അഭികാമ്യം. കാരണം വെറുതെ ചളിയും ഒക്കെ പട വലിച്ച് നമ്മൾ വാരി വലിച്ച് നടക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ആ ഒരു വിഷയം ഗൗരവമായി ശ്രദ്ധിക്കണം. അല്ലാഹു തആല നോക്കാത്ത ആ ഒരു ഏർപ്പാട് എന്തിനാണ് നമ്മൾ എടുക്കുന്നത്? പിന്നെ തുണി താഴേക്ക് ഇറങ്ങുന്ന വിഷയവും ഒക്കെ. അതുപോലെ തന്നെ വൽ മുൻഫിഖു സിൽഅതഹു ബിൽ ഹലിഫിൽ കാദിബി, അങ്ങനെയാണ് വായിക്കുക. ബിൽ ഹലിഫിൽ കാദിബി. വൽ മുൻഫിഖു അല്ലെങ്കിൽ വൽ മുനഫിഖു രണ്ടും കാണുന്നുണ്ട്. സിൽഅതഹു ബിൽ ഹലിഫിൽ കാദിബി, കള്ളസത്യം ചെയ്ത് കച്ചവടച്ചരക്ക് ചെലവഴിക്കുന്ന ആളുകൾ. ഇമാം മുസ്ലിം തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത്. വൽ മുൻഫിഖു സിൽഅതഹു ബിൽ ഹലിഫിൽ കാദിബി. ഹലിഫ് എന്ന് പറഞ്ഞാൽ സത്യങ്ങൾ, അൽ കാദിബ് എന്ന് പറഞ്ഞാൽ കള്ളസത്യം. ഇപ്പോൾ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന വിഷയമാണല്ലോ. അതൊക്കൊന്നും ഇപ്പോൾ എന്താണ് പറയുക, ഉദാഹരണങ്ങളെടുത്ത് പറയേണ്ടാത്ത അത്രയും വിശാലമാണ്, അല്ലെങ്കിൽ എല്ലാവർക്കും അറിയുന്ന വിഷയമാണിത്. സുബ്ഹാനല്ലാഹ്. വേറെ പല രൂപങ്ങളിലും ഈ ഹദീസിൻ്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അള്ളാഹു നമുക്ക് നല്ല ബോധം തരട്ടെ, കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. ഉൾക്കൊണ്ട് റബ്ബിനെ മനസ്സിലാക്കി, റബ്ബിൻ്റെ പൈസയാണെന്ന് കരുതി എന്നതിൽ പ്രതിനിധിയാക്കിയതാണ് എന്ന് മനസ്സിലാക്കി അവൻ്റെ പൈസയിൽ അവനിഷ്ടമുള്ളതുപോലെ അവൻ തന്ന സമ്പത്തിൽ ക്രയവിക്രയം ചെയ്യാൻ തൗഫീഖ് നൽകുകയും ചെയ്യട്ടെ. ആമീൻ. സുബ്ഹാനക്കല്ലാഹു ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.